ഹായ്, ഇന്ന് ഞാനിപ്പോൾ ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വയറിൻ്റെ അല്ല, സൈഡ് ഫാറ്റിൻ്റെ അല്ല എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട ഫുൾ ബോഡി വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതെല്ലാം ഇൻക്ലൂഡാണ്. വയറായിരുന്നാലും നമ്മുടെ കാലായിരുന്നാലും കയ്യായിരുന്നാലും കാർഡിയോ ആയിരുന്നാലും എല്ലാം ഫുൾ ബോഡിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു 4 എണ്ണം ഞാൻ കാണിക്കുന്നുണ്ട്. 4 എണ്ണം മാത്രമല്ല ഉള്ളത്, അതിലേക്കാട്ടിലും ഉണ്ട്. പക്ഷേ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാവും നിങ്ങൾ കാണുമ്പോൾ. അതുകൊണ്ട് നെക്സ്റ്റ് വർക്കൗട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടെ. അപ്പോൾ ഒരു 40 സെക്കൻഡ് വെച്ചിട്ട് ചെയ്താൽ മതി ഓരോന്നും. ഓരോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് എടുക്കാം. അതും 40 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങൾ ടൈം വെച്ച് തുടങ്ങിക്കോളൂ. ഇപ്പോൾ എണ്ണമൊന്നും ഞാൻ പറഞ്ഞാൽ 40 സെക്കൻഡ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പ്രായമുള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ഇതിലെന്താണ് സിമ്പിൾ അങ്ങനെ തോന്നും, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴും ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയുക. കാരണം നമുക്ക് തന്നെ അറിയത് നമ്മൾ ഞാനിങ്ങനെ നിന്ന് കാണിക്കുമ്പോൾ അതങ്ങനെ ഒരു സിമ്പിളായിട്ടോ തോന്നും, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഏതൊക്കെ ബോഡി പാർട്സിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ എപ്പോഴും നമ്മുടെ വയറ് സൈഡ് ഫാറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകരുത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫുൾ ബോഡിക്ക് വർക്കൗട്ട് കൊടുത്ത് ആക്റ്റീവ് ആക്കണം. നമ്മൾ അവിടുത്തെ മസിൽസും എല്ലാം നമ്മുടെ ബലം കുറഞ്ഞു വരുന്നതും ഒക്കെ നമ്മൾ ഫുള്ള് അതിനെ ബലപ്പിച്ച് നിർത്തുക. കൊഴുപ്പുകൾ മാറ്റുക, ഇതൊക്കെ നമ്മൾ ചെയ്യണം. വയറും സൈഡ് ഫാറ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഫുൾ ബോഡിക്ക് നമ്മൾ എപ്പോഴും വർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് നിങ്ങൾക്കിപ്പോൾ പ്രായമുള്ളവർക്ക് ഇത്രത്തോളം തരാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ താരുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ മുട്ട് മടക്കുന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര ചെയ്ത് തുടങ്ങിക്കോളൂ. ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റേതായ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ 4മത്തെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്ത് പറയാം, നമ്മുടെ ഹാർട്ടിന് മെയിനായിട്ട് നമ്മുടെ ഹാർട്ടിന് ഇതിൽ ഒത്തിരി ഗുണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇനി നേരത്തെ പറഞ്ഞൊക്കെ നമ്മുടെ കാല്, കൈ, വയറ്, അരക്കെട്ട് അതിനൊക്കെ ഉപയോഗം വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് ഫുൾ ആക്റ്റീവാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റിലത്തെ അതിനെക്കാട്ടും കുറച്ചുകൂടെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ കാല് കൈയും ഒരുമിച്ചായിരിക്കും. കൈ പുറകിലോട്ട് എടുക്കുമ്പോഴാണ് കാല് പുറകിലേക്ക് ഇങ്ങനെ എടുക്കൽ കേട്ടോ. ഇതേ കണക്കുണ്ടോ. അപ്പോൾ കൈ നമ്മളിങ്ങനെ ആയത്തിലാണ് പുറകിലേക്ക് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ സൈഡിലുണ്ടോ, അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവും കേട്ടോ. നമ്മുടെ ആ സൈഡ് ഇങ്ങനെ ഒരു തിരിവുണ്ടാവും അവിടെ അരക്കെട്ടിൻ്റെ ഭാഗത്ത്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ചാനൽ അതിർക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾ ഓപ്ഷൻ പിടിച്ചിടുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിച്ചോളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ. താങ്ക്